സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളെ അയ്യപ്പൻ്റെ വിഗ്രഹം മോഷ്ടിച്ചതുമായിട്ടൊക്കെയുള്ള വിഗ്രഹമല്ല, അവിടുത്തെ സ്വർണ്ണപ്പാളികളൊക്കെ മോഷ്ടിച്ചതും അത് പിന്നെ തേച്ച് മായ്ക്കാനായിട്ട് ഹിജാബ് വിഷയം, അങ്ങനെ പല പല വിഷയങ്ങൾ, എന്താ പറഞ്ഞ CPM CPIയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോഴാണ് അപ്പോൾ ഇത് കെട്ടുപോകുന്നത്. ഞാൻ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇത് പോകുമെന്നറിഞ്ഞപ്പോഴത്തേനാണ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയുടെ നിരീക്ഷക SIT അവിടെ സമർപ്പിച്ച് അതിൻ്റെ വിധിയൊക്കെ വന്ന് അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ ഇന്ന് സജീവമായി. അപ്പം ഒരു കാര്യം പറയുന്നു, ഈ കള്ളന്മാർ ഇവർ വളരെ ആസൂത്രിതമായിട്ടാണ് ഇത് കക്കുന്നത്, അല്ലാതെ ഒരു ദിവസം കൊണ്ട് നടന്ന സംഭവമല്ല. അതുകൊണ്ടാണ് ഈ കുളനാട് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഈ വാസു ഒരു സുപ്രഭാതത്തിൽ എന്താ പറയുക, IASകാർക്ക് കിട്ടാവുന്നൊരു പദവിയാണ് ദേവസ്വം കമ്മീഷണർ എന്നുള്ളത്. അദ്ദേഹത്തിന് കിട്ടുന്നു. തുടർച്ചയായിട്ട് 2 പ്രാവശ്യം കമ്മീഷണറാകുന്നു. 3-ാം പ്രാവശ്യം അദ്ദേഹം എന്ന് പറയാൻ ഒക്കത്തില്ല, അയാൾ തന്നെ എന്ന് പറഞ്ഞു, അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാകുന്നു. അപ്പോൾ ഇത് ആസൂത്രിതമായിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടുന്ന് അടിച്ചു മാറ്റാനായിട്ട് തന്നെ ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ വാസുവിനെ അവിടെ ആക്കുന്നത്. അപ്പോൾ വാസു മാത്രമല്ല, വാസുവിൻ്റെ കൂടെ മറ്റ് പലരുമുണ്ട്. വാസു, പിന്നെ സുധീഷ് കുമാർ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞ് ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഈ വാസു ഒരു നിമിത്തമല്ല, വാസു അതിന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ ആൾക്കാർ ഗവൺമെൻറ്റിന് തലപ്പത്തിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ വാസുവിനെ ഈ നിയമം തെറ്റിച്ചുകൊണ്ട്, കീഴ്വഴക്കം തെറ്റിച്ചുകൊണ്ട് ഒരു IAS ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നിടത്ത് ഈ വാസുവിനെ ഇരുത്തേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ഇവനെ അവിടെ ഇരുത്തിക്കൊണ്ട് നമുക്ക് ഇതൊക്കെ അടിച്ചു മാറ്റാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വാസുവിനെ അവിടെ ഇരുത്തിയത്. അത് വാസു ഇരുത്തിയത് മാത്രമല്ല, അത് പല പല ഘട്ടങ്ങളായിട്ട് തുടർന്ന് 2 പ്രാവശ്യം കമ്മീഷണറെ, പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്, അങ്ങനെ അദ്ദേഹത്തെ അവിടെ തുടരാൻ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പ്രക്രിയയിൽ വാസു അതിന് മേളിലുള്ളൊരു എല്ലാവരും കുറ്റക്കാരാണ്. അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റാനായിട്ട് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അപ്പം പാവപ്പെട്ട ഭക്തന്മാർ ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കണം. ദൈവത്തിന് സ്വർണത്തിൻ്റെയും പൈസയുടെ ആവശ്യമില്ല, അത് കൊടുക്കേണ്ട കാര്യമില്ല. പോയി ദൈവത്തിനോടുള്ള കാര്യം പറഞ്ഞാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.